ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഹാജസ് ട്യൂഷൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസില പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി ആയിട്ട് നമുക്ക് ചാപ്റ്ററോട്ട് കിടക്കാം, നമുക്ക് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ? Each 2-digit number is written on a paper slip and these are all put in a box. If a slip is taken from it, what is the probability to get a number with both digits are same? ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതെ, നമ്മൾ ഇവിടെ എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം എന്ത് വരച്ചു? ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. ആദ്യം എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് എന്താണുള്ളത്? Each 2-digit number is written on a paper slip. അപ്പോൾ നമ്മുടെ എന്തുണ്ട്? കുറെ പേപ്പർ കഷ്ണമുണ്ട്. ഓക്കെ, ഈ പേപ്പർ കഷ്ണത്തിൽ ഓരോ 2-digit നമ്പർ, അതാണ് 11, ഇങ്ങനെ 12 നമ്പർ, ഇങ്ങനെ ഓരോ പീസിൽ നമ്മൾ ഇതിങ്ങനെ മടക്കി എഴുതി ആ 2-digit നമ്പർ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സിൽ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിനകത്ത് കുറെ എന്തുണ്ട്? പേപ്പർ സ്ലിപ്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് എന്തുണ്ട്? കുറെ പേപ്പർ സ്ലിപ്പ് ഉണ്ട്. എന്നിട്ട് എന്ത് പറയാണ്? ഈ കുറെ പേപ്പർ സ്ലിപ്പ് എന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്താണ്? ഈ കുറെ പേപ്പർ സ്ലിപ്പ് ഇവിടെ ഉണ്ട്, അങ്ങനെ കുറെ പേപ്പർ സ്ലിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു പേപ്പർ സ്ലിപ്പ് ഇങ്ങനെ എടുക്കും. ഒരു പേപ്പർ സ്ലിപ്പ് എന്ത് ചെയ്യണം? എടുക്കുകയാണ്. അപ്പൊ എടുക്കുമ്പോൾ ആ എടുക്കുന്ന സ്ലിപ്പിനകത്തുള്ള നമ്പേഴ്സ് രണ്ടും എന്താകണം? സെയിം ഡിജിറ്റ് ആകാനുള്ള പ്രോബിലിറ്റി. കാര്യം ക്ലിയർ മക്കളെ? അപ്പൊ ഈ പേപ്പർ സ്ലിപ്പിനകത്ത് ഏത് നമ്പറാണ് ഉള്ളത്? 2-digit നമ്പർ അല്ലേ? അപ്പൊ 2-digit നമ്പർ ഏത് മുതൽ ഏത് വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 മുതൽ 99 വരെ ഉണ്ടല്ലേ? എത്ര വരെയാണ്? 10 മുതൽ 99 വരെ ഉണ്ട്. അപ്പൊ 10 മുതൽ 99 വരെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ് ഉണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 90 നമ്പേഴ്സ് ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പം 10നും 99നും എത്ര 2-digit നമ്പർ ഉണ്ട്? 90 2-digit നമ്പേഴ്സ് ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ആ കാര്യം ക്ലിയർ ആയി. ഇനി നമുക്ക് വേണം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് കാര്യം ഓർമ്മയുണ്ടോ? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. കാര്യം ക്ലിയർ ആയല്ലോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ ഈ സ്ലിപ്പ്, നമ്മൾ ഈ ബോക്സ് സ്ലിപ്പ് എടുക്കുന്നതേ എന്താകണം? ഒരു 2-digit നമ്പർ, മീൻസ് 2-digit നമ്പർ എന്തേ ഉള്ളൂ, പക്ഷെ എടുക്കുന്ന നമ്പർ പ്രത്യേകമായിരിക്കണം. 2 ഡിജിറ്റ് എന്താകണം? സെയിം ആകണം. അപ്പൊ മക്കളെ 10നും 99നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ആണ് സെയിം ആയിട്ട് വരുന്നത്? അത് 11. എക്സാമ്പിൾ 11. ഈ 11 പ്രത്യേകം എന്താണ്? 2 ഡിജിറ്റ് സെയിം അല്ലേ? ആണ്. പിന്നെ അടുത്ത എത്രയാണ്? 22. പിന്നെ അടുത്ത എത്രയാണ്? 33. പിന്നെ അടുത്ത എത്രയാണ്? 44, 55, 66, 77, 88. പിന്നെ അടുത്ത 99. അങ്ങനെ എത്ര നമ്പേഴ്സ്, എത്ര ഡിജിറ്റ്, മീൻസ് എത്ര നമ്പേഴ്സ് ഉണ്ട് 2 ഡിജിറ്റ് സെയിം ആയിട്ട് വരുന്ന? 1, 2, 3, 4, 5, 6, 7, 8, 9. കാരണം അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9. അപ്പൊ 9 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തം എത്ര 2-digit നമ്പർ ഉണ്ട്? മൊത്തം എത്ര 2-digit നമ്പർ ഉണ്ട്? 90. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 9/90 നമുക്ക് ഇവിടെ ഷോർട്ട് ആക്കാം. 9ഉം 90നും 9ന്റെ ടേബിൾ കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പൊ 2 9 ഡിവൈഡ് ആക്കുമ്പോൾ എത്ര കിട്ടും? 9/1. 9/9 എത്രയാണ്? 1. 90/9 എത്രയാണ്? 10. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 1/10. കാര്യം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയില്ലേ? ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. അടുത്ത പ്രോബ്ലം എന്താണ്? വീണ്ടും ഒരു ബോക്സിന് കിടക്കണം വന്നത്. വീണ്ടും എന്താണ് വന്നത്? ബോക്സ്. ഓക്കെ, എ ബോക്സ് കണ്ടെയ്ൻ 3 red balls and 6 green balls. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന് പ്രത്യേകം എന്താണ്? ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? 3 റെഡ് ബോൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ റെഡ് എന്ന് എഴുതി. എത്ര റെഡ് ബോൾ ഉണ്ട്? 3 റെഡ് ബോൾ ഉണ്ട്. പിന്നെ എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? ഗ്രീൻ ബോൾ എത്ര ഉണ്ട്? 6 ഗ്രീൻ ബോൾ ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യാണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ടു ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദിസ് ബോക്സ്? ഓക്കെ, അപ്പൊ ഈ ബോക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ബോൾ എടുക്കുകയാണ്. കണ്ണടച്ചോട് ഒരു ബോൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ എടുക്കുന്ന ബോൾ എന്താകണം? ഗ്രീൻ ബോൾ ആകണം. കാര്യം ക്ലിയർ? ഗ്രീൻ ബോൾ ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? നമുക്കറിയാം. പ്രോബിലിറ്റി ഇക്വേഷൻ വേണ്ടി എഴുതാം. പ്രോബിലിറ്റി ഈസ് ഈക്വൽ എന്താണ്? ഏതിന്റെ ആൻസർ ആണ് മക്കളെ? പ്രോബിലിറ്റി ഈസ് ഈക്വൽ എന്താണ്? ഇവിടുത്തെ പ്രോബിലിറ്റി എന്താണ്? ഒരു മിനിറ്റ്, ഇങ്ങനെ പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. അതായത് പി ഓഫ് എന്താണ്? ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദിസ് ബോക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? നമുക്ക് ഇങ്ങനെ വരും. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം അല്ലേ? ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ബോൾ എന്താകണം? റെഡ് ആകണം. അപ്പൊ ഇവിടെ റെഡ് ബോൾ കിട്ടാൻ എത്ര റെഡ് ബോൾ ഉണ്ട് നമ്മുടെ ബോക്സിന്? ഫുള്ള് 3. അപ്പൊ 3 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 3 6 കൂട്ടുമ്പോൾ എത്ര? 9. കാര്യം ക്ലിയർ ആയി? അപ്പൊ 3/9. കാര്യം ക്ലിയർ ആയോ? വേണം ഷോർട്ട് ആയി നമുക്ക് എത്ര ആൻസർ? 1/3 കിട്ടും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഇവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ആണോ മക്കളെ എല്ലാവർക്കും? മക്കളെ എന്താണ് ബി പാർട്ട്?
how many more red balls should be added so that the probability of getting a red ball is 1/2? Okay, probability of getting a red ball is എത്രയാണ്? 1/2. Okay. അപ്പോൾ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചില കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് നമ്മുടെ ഇപ്പം നോർമൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 3 റെഡ് ബോൾ ഉണ്ട്, 6 ഗ്രീൻ ബോൾ ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഈ ബോക്സിനകത്തോട്ട് വീണ്ടും ഒരു ബോൾ ഉണ്ട് ആഡ് ചെയ്യാണ്. വീണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു റെഡ് ബോൾ ഉണ്ട് ആഡ് ചെയ്ത്. അപ്പൊ റെഡ് ബോൾ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് കുറച്ച് മീൻസ് ഒന്നല്ല, കുറച്ചധികം റെഡ് ബോൾ ആഡ് ചെയ്തപ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. കാര്യം ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ് മക്കളെ? ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് എന്താണ്? അതായത് ഇപ്പൊ ബോക്സിനകത്ത് ഓൾറെഡി 3 റെഡ് ബോളും 6 ഗ്രീൻ ബോളും ഉണ്ട്. എന്നിട്ട് ഈ ബോക്സിനകത്ത് എന്തിടാൻ പോവുകയാണ്? കുറച്ചുകൂടി കുറച്ചുകൂടി റെഡ് ബോൾസ് കൊണ്ട് ഇടുകയാണ്. അപ്പൊ എത്രയോ, അത് മീൻസ് കുറച്ച് നമ്പർ റെഡ് ബോൾ കൊണ്ട് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? റെഡ് ബോൾ കണ്ണടച്ച് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. എത്രയായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. എങ്കിൽ എത്ര റെഡ് ബോളാണ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ. കാര്യം ക്ലിയർ ആയോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആദ്യം ബോക്സ് വരച്ചു. ഈ ബോക്സിനകത്ത് ആദ്യം എത്ര റെഡ് ബോൾ ഉണ്ടായിരുന്നു? 3 റെഡ് ബോളും 6 ഗ്രീൻ ബോളും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ഈ ബോക്സിനകത്ത് എത്രയോ റെഡ് ബോൾ ആഡ് ചെയ്തു. അപ്പൊ എത്ര റെഡ് ബോൾ ആഡ് ചെയ്തു? തൽക്കാലം എക്സ് ആഡ് ചെയ്തു. എത്ര ആഡ് ചെയ്തു? എക്സ് അറിയാൻ പാടില്ല. എക്സ് ആഡ് ചെയ്തു. അപ്പൊ എക്സ് ആഡ് ചെയ്യുമ്പോൾ റെഡ് ബോളുകൾ എണ്ണ ഇപ്പൊ എത്രയായിട്ട് മാറി? 3 + x ആയിട്ട് മാറി. എത്രയായിട്ട് മാറി? 3 + x. ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇത് ആഡ് ചെയ്തു. ഇനി മക്കളെ ടോട്ടൽ ബോളുകൾ എണ്ണ അപ്പൊ എത്രയായിട്ട് മാറും? 9 + x ആയിട്ട് മാറും. കാര്യം ക്ലിയർ ആയോ? ആദ്യം 3 + 6 ചെയ്തപ്പോൾ 9 കിട്ടി. ഇപ്പൊ കുറച്ച് എക്സ് ബോൾ കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിലും ആ എക്സ് വരുമല്ലോ. അപ്പൊ 9 + x കിട്ടും. കാര്യം ക്ലിയർ ആയോ? സിമ്പിൾ. അപ്പൊ ഇങ്ങനെ അപ്പൊ മൊത്തം ഇവിടെ എത്ര റെഡ് ബോൾ ഉണ്ട്? ഇപ്പൊ 3 + x റെഡ് ബോൾ ഉണ്ട്. ടോട്ടൽ എത്ര ബോൾസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്? 9 + x ഉണ്ട്. അപ്പൊ ഈ കേസ് വരുമ്പോൾ പ്രോബിലിറ്റി എത്രയായിട്ട് മാറുമെന്നാണ് തന്നിരിക്കുന്നത്? 1/2 ആയിട്ട് മാറും. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ് മക്കളെ? ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ബോക്സിനകത്ത് കുറച്ച് റെഡ് ബോൾ ആഡ് ചെയ്തു. അപ്പൊ റെഡ് ബോൾ ആഡ് ചെയ്തപ്പോൾ ആദ്യം റെഡ് ബോൾ 3 ആയിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടി റെഡ് ബോൾ ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? റെഡ് ബോളുകൾ എണ്ണം 3 + x ആയിട്ട് മാറി. കാര്യം ക്ലിയർ ആയോ? അപ്പൊ x ആഡ് ചെയ്തു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിൽ മാറ്റം വരുമോ ഇല്ലയോ? വരും. അങ്ങനെയാണ് നമ്മൾ എത്രയാണ് ആഡ് ചെയ്തത് അതിന് നമ്മൾ ടോട്ടലിൽ കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ 9 + x കിട്ടും. കാര്യം ക്ലിയർ ആയല്ലോ? ഈ 3 + x എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഡിവൈഡ് ബൈ 9 + x എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഔട്ട്കം. കാര്യം ക്ലിയർ ആയല്ലോ? ഈ 1/2 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇവിടെ മേളിൽ 3 + x എടുക്കാൻ കാരണം എന്താണ്? കാര്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് ഒരു റെഡ് ബോൾ എടുക്കുമ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റിയാണ് 1/2. അപ്പൊ റെഡിന്റെ ഔട്ട്കം വേണം നമ്മൾ ഇവിടെ ചെയ്താണ്. അതാണ് 3 + x വന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈസ് ആണ്. അത് മീൻസ് ഈ 9 + x കൊണ്ട് ഈ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് മക്കളെ പറ? 2 × 3 + x = 1 × 9 + x എന്ന് വരും. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 2 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. പ്ലസ് 2 × x ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2x കിട്ടും. = 1 × 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. 1 × x ചെയ്യുമ്പോൾ എത്ര കിട്ടും? x കിട്ടും. കാര്യം ക്ലിയർ ആയോ? ഇനി മക്കളെ നമുക്ക് x അല്ലേ വേണ്ടത്? അപ്പൊ എല്ലാ എക്സും ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് x ഇല്ലാത്ത ടേമുകൾക്ക് നമ്മൾ മറ്റേ സൈഡിൽ കൊണ്ടുപോകണം. അപ്പൊ എങ്ങനെ വരും? ദാണ്ടേ ഈ x ഉണ്ട്, ഈ x ഈ സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ എങ്ങനെ വരും? ഇവിടെ ഓൾറെഡി 2x ഉണ്ട്. 2x - x മീൻസ് +x ആ സൈഡ് പോകുമ്പോൾ -x ആയിട്ട് മാറി. ഇനി റൈറ്റ് സൈഡിൽ ഓൾറെഡി 9 ഉണ്ട്. ഇനി +6 അവിടെ പോകുമ്പോൾ എന്താണ് മാറും? -6 ആയിട്ട് മാറും. കാര്യം ക്ലിയർ ആയോ? 2x - x ചെയ്യുമ്പോൾ എത്ര കിട്ടും? x. 9 - 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അഡീഷണൽ എത്ര റെഡ് ബോൾ കൂടിയാണ് ആഡ് ചെയ്തത്? 3 റെഡ് ബോൾ കൂടി ആഡ് ചെയ്തു. കാര്യം ക്ലിയർ ആയോ? അപ്പൊ അഡീഷണൽ 3 റെഡ് ബോൾ കൂടി ആഡ് ചെയ്തപ്പോഴാണ് പ്രോബിലിറ്റി റെഡ് എടുക്കുമ്പോൾ റെഡ് എടുക്കുന്ന ബോൾ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. കാര്യം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ തറവായല്ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തറവായിട്ട് ഇത് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ ഇവിടെ എഴുതേണ്ട കാര്യം എന്താണ്? P of getting. ഇവിടെ ആദ്യമേ നമ്മൾ എഴുതേണ്ട കാര്യം ഇവിടെ ഞാൻ ജസ്റ്റ് വേറെ കളർ പേനോ ചെയ്ത് കാണിച്ചു തരാം. അതായത് എന്താണ് P of getting? P of എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദിസ് ബോക്സ് when x number of red balls added is equal to എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇത് തൊട്ട് താഴോട്ട് അങ്ങ് എഴുതി പോകാൻ വേണ്ടി. കാര്യം ക്ലിയർ ആയില്ല? അപ്പൊ ഇതിന് ഏറ്റവും മേലുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇപ്പൊ ഇത് ഗ്രീനിലെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കേണ്ടത്. കാര്യം ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്താണ്? In class 10A there are 25 boys and 20 girls. അപ്പൊ നമ്മുടെ ക്ലാസ് 10 അല്ലേ? 10 എന്നൊരു ക്ലാസ് ഉണ്ട്. ക്ലാസ് 10ന്റെ പ്രത്യേകം എന്താണ്? 25 പയ്യന്മാരുണ്ട്, 20 ഗേൾസും ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി 10 പ്രത്യേകം എന്താണ്?
26 ബോയ്സും 24 ഗേൾസും. ഓക്കെ, 1 സ്റ്റുഡന്റ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലാസ്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ് ഒരു കുട്ടി നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, ഓരോ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കുട്ടി നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്ന രണ്ട് കുട്ടികൾ ആരാകണം? ബോത്ത് ബീങ് ഗേൾസ് എന്നല്ലേ തന്നിരിക്കുന്നത്? ബോത്ത് ബീങ് ഗേൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്ക് നോക്കാം. ക്ലാസ് 10 ഇവിടെ എങ്ങനെ എഴുതി? ക്ലാസ് 10 എഴുതി. ഇവിടെ ആരാണ്? ക്ലാസ് 10B. 10Aയിൽ എത്ര ബോയ്സ് ഉണ്ട്? 10Aയിൽ 25 ബോയ്സ് ഉണ്ട്. എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ് ഉണ്ട്. കാര്യങ്ങൾ അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത്? 45 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. ഇനി 10Bയിൽ എത്ര ബോയ്സ് ഉണ്ട്? 10Bയിൽ 26 ബോയ്സും എത്ര ഗേൾസ് ഉണ്ട്? 10Bയിൽ 24 ഗേൾസ് ഉണ്ട്. കാര്യങ്ങൾ അപ്പൊ മക്കളെ മൊത്തം കൂടി കൂട്ടുമ്പോൾ എത്ര നമുക്ക് ആൻസർ? 50 കിട്ടും. കാര്യം ക്ലിയർ ആയോ? ഇനി മക്കളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതെന്താണ്? അതായത് ടോട്ടൽ ഔട്ട്കം. ഇങ്ങനെ 2 ക്ലാസ് 2 ബോക്സ് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? 2 ബോക്സിനെ ടോട്ടൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഔട്ട്കം കിട്ടുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പം ടോട്ടൽ ഔട്ട്കം ഇവിടെ മൊത്തം എത്രയാണ്? ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ടോട്ടൽ ഔട്ട്കം ഈസ് ഈക്വൽ ടു 45 into 50. കാര്യം ക്ലിയർ ആയോ? 45 into 50. അപ്പൊ 45 into 50 ചെയ്യുമ്പോൾ എത്ര മക്കളെ പറയോ? 45 into 50 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓക്കെ, അതായത് 45 into 5. ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചോ. മൾട്ടിപ്ലൈ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. 45 into 5 ചെയ്യണം. 45 into 5 ചെയ്യുമ്പോൾ 5 25 ആണല്ലേ? അപ്പൊ 5 എഴുതി 25. ഇത് എത്ര? 5 into 4 20. 20 into 2 25. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2250 കിട്ടും. കാര്യം ക്ലിയർ. അപ്പൊ ടോട്ടൽ മൊത്തം എത്ര ചാൻസ് കിട്ടാം? എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം? 2250 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. കാര്യം ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി ഇതാണ് നമ്മുടെ ക്വസ്റ്റിലൂടെ പോകാൻ പോകുന്നത്. ഈ പറഞ്ഞ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെലക്ടിങ് ബോത്ത് ബീങ് ഗേൾസ് അല്ലേ? അപ്പൊ പി ഓഫ് സെലക്ടിങ് ബോത്ത് ബീങ് ഗേൾസ്. രണ്ടുപേരും എന്താകണം? ഗേൾസ് ആകണം അല്ലേ? അപ്പൊ നമ്മുടെ ഔട്ട്കം, നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താ? 2 ക്ലാസ്സിന് ഗേൾസ് ഇടുന്നു അല്ലേ? അപ്പൊ മക്കളെ ഈ ക്ലാസ് എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ് ഉണ്ട്. ഇപ്പുറത്തെ ക്ലാസ് എത്ര ഗേൾസ് ഉണ്ട്? 24 ഉണ്ട്. അപ്പൊ ഈ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ടോട്ടൽ പോസിബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 20 into 24 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 2250. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 20 into 24 ചെയ്യുമ്പോൾ എത്രയായിട്ട് മക്കളെ? 480/2250. കാര്യം ക്ലിയർ ആയാലും ഇനി 0 കട്ടാക്കുമ്പോൾ ക്യാൻസർ എത്ര കിട്ടും? 48/2225. കാര്യം ക്ലിയർ ആയ മക്കളെ എല്ലാവർക്കും? അപ്പൊ ഈ ആൻസർ വെരി സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ബി ആൻസർ പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഗേൾസ് എടുത്താൽ അതേ സമയം ബോയ്സിന്റെ എണ്ണം എടുത്താൽ മതി. കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അടുത്ത പേജ് എടുക്കാം. അപ്പൊ അടുത്ത പേജിൽ ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് 10A അല്ലേ? 10A ഉണ്ട്, 10B. 10Aയിൽ എത്ര ബോയ്സ് ഉണ്ട്? ബോയ്സിന് എണ്ണം 20. 20 ആണോ? 25. എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ് ഉണ്ട്. എത്ര ബോയ്സ് ഉണ്ട് 10Bയിൽ? 10Bയിൽ മൊത്തം 26 ബോയ്സ് ഉണ്ട്. എത്ര ഗേൾസ് ഉണ്ട്? 24 ഗേൾസ് ഉണ്ട്. കറക്റ്റ് ആണല്ലോ? ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താണ്? പി ഓഫ് സെലക്ടിങ് ബോത്ത് സ്റ്റുഡൻസ് ബീങ് ആരാണ്? 2 സ്റ്റുഡൻസ് ആരാണ്? ബീങ് ബോയ്സ്. ഓക്കെ, ബോയ്സ് ഈസ് ഈക്വൽ ടു. അപ്പൊ ഇങ്ങനെ ബോയ്സ് എണ്ണല്ലോ. അപ്പൊ ടോട്ടൽ ഔട്ട്കം നമ്മൾ ഇപ്പോഴും താഴെ. ടോട്ടൽ ഔട്ട്കം എത്ര? 2250. ഇനി 10ൽ എത്ര ബോയ്സ് ഉണ്ട്? 25. 10Bയിൽ എത്ര ബോയ്സ് ഉണ്ട്? 26. അപ്പൊ 25 into എത്രയാണ്? 26 ഡിവൈഡ് ബൈ 2250. കാര്യം ക്ലിയർ ആയോ? അപ്പൊ 26 into 25 ചെയ്ത് നോക്കാം. എങ്ങനെ വരും? 5 into 6 30, 0 3. 5 into 2 എത്ര കിട്ടും? 10. 10 + 3 13. 2 into 6 എത്ര കിട്ടും? 12. 2 1. 2 2 എത്ര? 4. 4 + 1 എത്ര? 5. അപ്പൊ 0 5 6. അപ്പൊ എത്ര കിട്ടും? 650 കിട്ടും. കാര്യം ക്ലിയർ ആയി? അപ്പൊ എത്ര കിട്ടും? 650/2250. കാര്യം ക്ലിയർ? അപ്പൊ ഈ 0 കട്ടാവും. അപ്പൊ ബാക്കി നമുക്ക് എത്ര ആൻസർ? 65/225 നേട്ടം. കാര്യം ക്ലിയർ ആയോ? അപ്പൊ മക്കളെ, അപ്പൊ ബാക്കി എന്താണ്? 65/225 കിട്ടിയല്ലോ. അപ്പൊ ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? മീൻസ് വേണം നമുക്ക് 2 5 കൊണ്ട് ഡിവൈഡ് ആക്കാം അല്ലേ? അവസാനം 5 2 5 കൊണ്ട് ഡിവൈഡ് ആക്കാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? എത്ര കിട്ടും? 13 അല്ലേ? 13 ഡിവൈഡ് ബൈ 225 5 കൊണ്ട് ഡിവൈഡ് ആക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 445 കിട്ടും. കാര്യം അപ്പൊ 13/45 നേട്ടം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ബിന്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ നമുക്ക് സിയിലോട്ട് പോവാം. സി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? മക്കളെ ഞാൻ ഇത് മാറ്റിയാൻ പോവുകയാണ്, കാരണം ഇതിന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ആൻസർ പറയുള്ളൂ. അപ്പൊ തൽക്കാലം ഇത് മാറ്റിയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഇനി എന്താണ്? 1 ബോയ് ആൻഡ് 1 ഗേൾ. അതായത് ഒരു ക്ലാസ്സിന്, ഐ മീൻസ് ക്ലാസ് 10 ഒരു ബോയ് എടുത്താൽ ക്ലാസ് ബി ഉറപ്പായിട്ട് ആര് വരണം? ഒരു ഗേൾ വരണം.
തിരിച്ച് ക്ലാസ് 10B ഒരു ബോയ് കിട്ടിയ ക്ലാസ് 10A എന്ത് കിട്ടണം? ഒരു ഗേൾ കിട്ടണം. കാര്യം ക്ലിയർ? അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് എന്താണ് പ്രോബിലിറ്റി ഓഫ് 1 boy and 1 girl. അതാണ് ഒരു ബോയും ഒരു ഗേൾ എന്ന കൺസെപ്റ്റ്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ മക്കളെ ഇവിടെ എന്ത് ചെയ്യണം? സീൻ ആൻസർ എങ്ങനെ എഴുതണം? P ഓഫ് സെലക്ടിങ് എന്താണ് 1 boy and 1 girl. അപ്പൊ മക്കൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതായത് കുറച്ച് മനസ്സിലൊക്കെ പാടാൻ എളുപ്പമാണ്. പക്ഷെ എന്തായാലും നോക്കിക്കോ തന്നെ. അപ്പൊ ഇവിടെ ഇതെങ്ങനെയാണ്? നമുക്ക് തൊട്ട് മുന്നേ രണ്ട് മീൻസ് എടുക്കുന്ന രണ്ടാളും ബോയ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 ക്ലാസ്സിലെ ബോയ്സുകൾ എണ്ണാലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ക്ലാസ് 10 ഒരു ബോയ് കിട്ടിയാൽ ക്ലാസ് 10 ഗേൾ കിട്ടണം. ക്ലാസ് 10 ഒരു ബോയ് കിട്ടിയാൽ ക്ലാസ് 10 ഒരു ഗേൾ കിട്ടണം. കാര്യം ക്ലിയർ? അപ്പൊ നമുക്ക് താണ്ടേ ഇവിടുത്തെ ബോയിന് ഇവിടുത്തെ ഗേൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 25 × 24 എന്നിട്ട് പ്ലസ് കൊടുക്കണം. ഓക്കെ, എല്ലാ മക്കളും ചെയ്യുന്ന കാര്യം തെറ്റിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ 25 + 24 എന്ന് എഴുതും. ഈ പ്ലസിന് സ്ഥലത്ത് എത്ര കൊടുക്കും? X എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെ അടുത്ത എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം ഇൻറ്റു ഈ ക്ലാസ്സിലെ ബോയ്സുകളുടെ എണ്ണം. അപ്പൊ എത്ര വരും? 20 × 26 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം എപ്പോഴും എത്രയാണ്? 2250. കാര്യം ക്ലിയർ ആയല്ലോ? ബാക്കി ഇവിടെ എഴുതിയാണേ 25 × 24. ഓക്കെ, 25 × 24 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? ആ മക്കളെ 25 × 24 എത്ര കിട്ടും? 600 കിട്ടും. പ്ലസ് 20 × 26 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 520 ഡിവൈഡ് ബൈ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2250 കിട്ടും. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 600 + 520 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0, 2, 11. അപ്പൊ 1120 ബൈ 2250 കിട്ടും. കാര്യം ക്ലിയർ ആയല്ലോ? ഈ 2 0 കട്ടാൻ ബാക്കി നമുക്ക് ആൻസർ എത്ര കിട്ടും? 112 ബൈ 225 കിട്ടും. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മിക്ക പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മക്കളും എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് പോകണം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് വൈകാതെ അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. എന്താണ് അടുത്ത പ്രോബ്ലം? വീണ്ടും 2 ബോക്സ് കണക്കാണ് വന്നിരിക്കുന്നത്. എന്താണ്? 1 box contain 10 paper slips numbered 1 to 10. അപ്പൊ നമ്മുടെ എന്തുണ്ട്? 2 ബോക്സ് ഉണ്ട്. ഓക്കെ, 1 box contain 10 paper slips numbered from 1 to 10. Another box contain 20 paper slips numbered from എത്രയാണ്? 1 to 20. 1 slip is taken from each box. ഓക്കെ, അപ്പൊ നമ്മൾ 2 ബോക്സ് ഉണ്ട്. അതിൽ ഒരു ബോക്സിൽ എത്ര സ്ലിപ്പ് ഉണ്ട്? 10 സ്ലിപ്പ്. 1 തൊട്ട് 10 വരെയുള്ള 10 സ്ലിപ്പ് ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ എത്ര പേപ്പർ ഉണ്ട്? 20 പേപ്പർ സ്ലിപ്പ് ഉണ്ട്. ഓരോ പേപ്പറിൽ 1 to 20 നമ്പേഴ്സും ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി അർത്ഥം എന്താണ്? എ പാർട്ട് എന്താണ്? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് can we choose a pair of slips? കാര്യം ക്ലിയർ ആയോ? അപ്പൊ മീൻസ് ഇത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഹൗ മെനി ഡിഫറെന്റ് വേസ് we can choose a pair of slips. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതി കൂടി എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏതൊക്കെ രീതി കൂടി മീൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഔട്ട്കം എത്രയാണ് ക്വസ്റ്റ്യൻ അവിടെ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പം ഫസ്റ്റ് ബോക്സിൽ മൊത്തം എത്ര സ്ലിപ്പ് ഉണ്ട്? 10 സ്ലിപ്പ് ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ മൊത്തം എത്ര സ്ലിപ്പ് ഉണ്ട്? 20 ഉണ്ട്. അപ്പൊ ടോട്ടൽ ഔട്ട്കം കണ്ടു ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ 2 സ്ഥലത്തിലെ ടോട്ടൽ ഔട്ട്കം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് വെച്ചാൽ മതി. അപ്പൊ 10 × 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 200. അപ്പൊ നമുക്ക് മൊത്തം എത്ര പോസിബിലിറ്റി കിട്ടും? 200 പോസിബിലിറ്റീസ് കിട്ടും. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി പാർട്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ് സെയിം? അപ്പൊ എടുക്കുന്ന 2 നമ്പർ എന്താകണം? സെയിം ആകണം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ. അതാണ്ട് ഫസ്റ്റ് ബോക്സ് 1 കിട്ടിയ സെക്കൻഡ് ബോക്സിന് എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ അത് 2 സെയിം ആകും. പിന്നെ ഫസ്റ്റ് ബോക്സിന് 2 കിട്ടിയ സെക്കൻഡ് ബോക്സിന് എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെ മൊത്തം നമുക്ക് എത്ര പോസിബിലിറ്റി കിട്ടും? 2 സെയിം ആയിട്ട് കിട്ടാൻ 10 എണ്ണം കിട്ടും അല്ലേ? അപ്പം 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ടോട്ടൽ ഔട്ട്കം 200. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 0 കട്ട്. അപ്പൊ നമുക്ക് ബാക്കി ആൻസർ എത്ര കിട്ടും? 1/20 എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആയോ? സിമ്പിൾ. ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. കാര്യം ക്ലിയർ ആയല്ലോ? അടുത്ത സി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ടു ഗെറ്റിംഗ് 1 ഈവൻ നമ്പർ ആൻഡ് 1 ഓഡ് നമ്പർ? ഒരു നമ്പർ എന്താകണം? ഓഡ് നമ്പർ. മറ്റേ നമ്പർ എന്താകണം? ഈവൻ നമ്പർ ആകണം. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ നമുക്ക് മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ട് മക്കളെ? നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ തന്നെ ഫസ്റ്റ് ബോക്സിലെ കാര്യം ആദ്യം ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് ബോക്സ് ഒരു ഓഡ് നമ്പർ എങ്കിൽ രണ്ടാമത്തെ ബോക്സിന് ആര് വരണം? ഈവൻ നമ്പർ. അപ്പൊ ഈവൻ നമ്പർ ആരാണ്? 2. പിന്നെ അടുത്ത ആര് വരും? 1 വന്നാൽ പിന്നെ അടുത്ത ആര് വരും? 4 വരും. പിന്നെ അടുത്ത 1 വന്നാൽ അടുത്ത ആര് വരും? 6 വരും. പിന്നെ അടുത്ത എത്ര വരും? 1 വന്നാൽ 8. പിന്നെ അടുത്ത എത്ര? 1 വന്നാൽ 10. പിന്നെ 1 വന്നാൽ 12. പിന്നെ 1 വന്നാൽ 14. പിന്നെ അടുത്ത എത്ര വരും? 1 വന്നാൽ 16. പിന്നെ 1 വന്നാൽ എത്ര വരും? 18 വരും. പിന്നെ അടുത്ത എത്ര വരും? 1 വന്നാൽ 20 വരും. കാര്യം ക്ലിയർ ആയാലും മക്കളെ? അപ്പൊ ഇത്രയും കാര്യം. അപ്പൊ ഇത് 1ന്റെ കാര്യം. ഇനി എന്താണ് അടുത്ത പോസിബിലിറ്റി എങ്ങനെ വരും? പറ. അല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ എഴുതി പോണേക്കാൾ കുറച്ച് എളുപ്പ വഴി ഇങ്ങനെ എന്താണെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ലെങ്തി ആണെന്ന് ഒരു പ്രോബ്ലം തോന്നുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും പേടിക്കണ്ട. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബോക്സിൽ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലം അടുത്ത പേജ് ബോക്സ് എടുത്തു. 1 മിനിറ്റ്. ഇവിടെ വരയ്ക്കാം. എന്ത് ചെയ്തു? ഇതാണ് ഫസ്റ്റ് ബോക്സ്. അപ്പൊ എന്ത് 10 നമ്പർ ഉണ്ട്.
1 to 10 വരെ എത്ര നമ്പർ ഉണ്ട്? 10 നമ്പർ ഉണ്ട്. ഇപ്പുറത്തിൽ മൊത്തം എത്ര നമ്പർ ഉണ്ട്? 20 നമ്പർ ഉണ്ട്. മക്കളെ ഈ ബോക്സ് മൊത്തം എത്ര ഓഡ് നമ്പർ ഉണ്ട്? ഈ ബോക്സ് മൊത്തം എത്ര ഓഡ് നമ്പർ ഉണ്ട്? 5 ഓഡ് നമ്പർ ഉണ്ട്. അതായത് 1, 3, 5, 7, 9 അങ്ങനെ 5 നമ്പർ ഉണ്ട്. ഓക്കെ, 5 ഓഡ് നമ്പർ ഉണ്ട്. 5 ഓഡ് നമ്പറും എത്ര ഈവൻ നമ്പർ ഉണ്ട്? 5 ഈവൻ നമ്പർ ഉണ്ട്. കാര്യം ക്ലിയർ ആയോ? അത് നമുക്ക് ഈ ബോക്സിനകത്ത് എത്ര ഓഡ് നമ്പർ ഉണ്ട്? 10 ഓഡ് നമ്പർ ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 10 ഈവൻ നമ്പർ ഉണ്ട്. എത്ര ഈവൻ നമ്പർ ഉണ്ട്? 10 ഈവൻ നമ്പർ. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ തൊട്ട് മുന്നേ നമ്മൾ പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ? പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്നല്ലേ? അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഗെറ്റിംഗ് 1 ഈവൻ നമ്പറും പിന്നെ അടുത്ത ആരാകണം? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? അപ്പൊ ഇവിടെ ഏതാണ്? പി ഓഫ് ഗെറ്റിംഗ് എന്നാണ്. ഈ ഇത്രയും സാധനം തന്നെ ഒന്നുകൂടി ഏതാണ്? പി ഓഫ് ഗെറ്റിംഗ് 1 ഈവൻ നമ്പർ ആൻഡ് 1 ഓഡ് നമ്പർ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഈസ് ഈക്വൽ എങ്ങനെ വരും? ഫസ്റ്റ് ബോക്സിന് മൊത്തം എത്ര ഓഡ് നമ്പർ ഉണ്ട്? 5. ഈ 5 ഇവിടുത്തെ ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 5 into 10 പ്ലസ് ഇനി ഇവിടുത്തെ ഓഡ് നമ്പർ ഇവിടുത്തെ ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ വീണ്ടും ഇങ്ങനെ വരും? 5 into 10 എന്ന് വരും. കാര്യം ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട്? 200 ഔട്ട്കം ഉണ്ട്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 5 into 10 എത്രയാണ്? 50. വീണ്ടും 5 into 10 എത്രയാണ്? 50 ബൈ 200. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 50 പ്ലസ് 50 എത്രയുണ്ട്? 100 ഡിവൈഡ് ബൈ 200 കിട്ടും. കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഈ 2 0 കട്ട് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് ആൻസർ എത്രയാണ്? 1/2. കാര്യം ക്ലിയർ ആയോ? അപ്പൊ അറ്റ്ലീസ്റ്റ് മീൻസ് പി ഓഫ് ഗെറ്റിംഗ് ഒരു നമ്പർ നമ്മൾ എടുക്കുമ്പോൾ ഒരു നമ്പർ എന്താകും? ഓഡ് നമ്പറും മറ്റേ നമ്പർ ഈവൻ നമ്പർ ആകാനുള്ള സാധ്യത എത്രയാണ് മക്കളെ? 1/2 ആണ്. കാര്യം ക്ലിയർ ആയല്ലോ? ഇത്രയുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. എന്താണ് അടുത്ത പ്രോബ്ലം? അടുത്തത് സിമ്പിൾ പ്രോബ്ലം ആണ്. 1 is asked to say 2 digit number. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു 2 digit നമ്പർ പറയാണ്. വാട്ട് ഈസ് എ പ്രോബ്ലം? ബോത്ത് ഡിജിറ്റ് ബീങ് സെയിം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം ആണ്. കാര്യം ക്ലിയർ ആയോ? നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? ഓക്കെ, അതേ കണക്ക് പ്രോബ്ലം ആണ്. ബീങ് സെയിം എന്താണ് മക്കളെ? പറ. മൊത്തം എത്ര 2 digit നമ്പർ ഉണ്ട്? 90. അത് നമ്മൾ താഴെ എഴുതണം. 2 ഡിജിറ്റ് സെയിം ആയിട്ട് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 9. അപ്പൊ 9/90 എത്ര കിട്ടും? 1/10 കിട്ടും. കാര്യം ക്ലിയർ? സിമ്പിൾ ആൻസർ അത്രയേ ഉള്ളൂ. അപ്പൊ ബി പാർട്ട് എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ട്വൈസ് ദ സെക്കൻഡ്? അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിജിറ്റ് എന്താകണം? രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടിയാകണം. കാര്യം ക്ലിയർ ആയോ? മനസ്സിലായെങ്കിൽ എക്സാം വെച്ച് കാണിക്കാം. 12 ആരാണ്? 12. ഈ 12 പ്രത്യേകം എന്താണ്? ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ്. ഇത് ഫസ്റ്റ് ഡിജിറ്റും ഇതാരാണ്? സെക്കൻഡ് ഡിജിറ്റ്. ഇതാരാണ്? സെക്കൻഡ് ഡിജിറ്റ്. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റ് ഇരട്ടിയാണ് നോക്കണം. ഇതാണ് ഇത് 2. 2ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 4 അല്ലേ? അപ്പോൾ ഇവിടെ 4 വന്നിരിക്കുന്നത് അല്ല 1 അല്ലേ? അപ്പൊ ഇത് ഈ ചാൻസിൽ വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. 21 എടുത്ത് നോക്കാം. 21 എടുക്കുമ്പോൾ എങ്ങനെ വരും മക്കളെ? ഫസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടിയിലെ 1ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2. ആ 2ൽ വന്ന് 21. കാര്യം ക്ലിയർ? ഇതാണ് അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ ആരാണ്? 42. ആരാണ്? 42. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 42 പ്രത്യേകം എന്താണ്? 2ന്റെ ഇരട്ടിയിൽ 4. അപ്പൊ 42. ഇതാണ് അടുത്ത എത്ര വരും? 63 വരും അല്ലേ? പിന്നെ അതിന് അടുത്ത വരുന്നതാണ് 84. കാര്യം ക്ലിയർ ആയോ? ഇനി വേറെ പോസിബിലിറ്റി കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ല, വേറെ ഒരു പോസിബിലിറ്റി കിട്ടും. നമുക്ക് ഈ 4 പോസിബിലിറ്റി മാത്രമേ കിട്ടുള്ളൂ. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ എളുപ്പമായില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇതാണ് പ്രോബിലിറ്റി ഓഫ് പിന്നെ ഇത്രയും ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ട്വൈസ് ദി സെക്കൻഡ്. അപ്പൊ എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? മൊത്തം നമുക്ക് എത്ര ഫേവറബിൾ ഔട്ട്കം ഉണ്ട്? 4. 1, 2, 3, 4. അപ്പൊ 4 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട് മക്കളെ? ടോട്ടൽ ഔട്ട്കം മീൻസ് ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 90 ഉണ്ട്. കാര്യം ക്ലിയർ ആയോ? വേണമെങ്കിൽ 2നെ 2ന്റെ ടേബിൾ കട്ടാക്കാം. അപ്പൊ 2 താഴെ എത്ര വരും? 45. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടും 2/45 കിട്ടും. കാര്യം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, അടുത്ത പ്രോബ്ലം കിടക്കാം. അടുത്ത പ്രോബ്ലം എന്താണ് മക്കളെ? ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ജോയിന്റ് ടു ഫോം അനദർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ സ്ക്വയർ ഉണ്ട്. പുറമെ വലിയ സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് നമ്മൾ പരസ്പരം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉള്ളിൽ വേറൊരു സ്ക്വയർ കിട്ടി. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് എ ലാർജ് സ്ക്വയർ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വിത്തിൻ ദ ഷെയ്ഡ് പോർഷൻ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു ഡോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഡോട്ട് ഇടുന്നു. ഓക്കെ, ഡോട്ട് ഇട്ടു. അപ്പൊ ദാണ്ടേ ഈ ഇടുന്ന ഡോട്ട്, അയ്യോ ഒരു വലിയ ഡോട്ടായി പോയി, അത് വേണ്ട. അപ്പൊ കണ്ണടച്ച് ഡോട്ട് ഇങ്ങനെ ഇടണം. ഓക്കെ, അപ്പൊ ഇടുന്ന ഡോട്ട് എവിടെ വീഴണം? ഈ കറക്റ്റ് ഷെയ്ഡ്, അതാണ് ഈ ഷെയ്ഡ് ഏതാണ്? ഈ ഷെയ്ഡിന്റെ പോർഷനിൽ വീഴാൻ സാധ്യത എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? മക്കൾ ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്തിനാ ഒന്ന് ഈക്വൽ ഹാഫ് ഡിവൈഡ് ആക്കാൻ നോക്കിയാൽ മതി. അപ്പൊ ദാണ്ടേ ഇപ്പൊ ഇത് മൊത്തം എത്ര ഹാഫ് ആയിട്ട് മാറി? 8 ഹാഫ് ആയിട്ട് മാറി. ദാണ്ടേ 1, 2, 3, 4, 5, 6, 7, 8. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ 8 ഹാഫ് ആയിട്ട് മാറിയിട്ടുണ്ട്. 8 ഹാഫ് ആയിട്ട് മാറി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഈ 8ൽ എത്ര പോർഷൻ ഷെയ്ഡ്? അപ്പൊ മൊത്തം എത്ര പോർഷൻ? 8. അതാണ് ടോട്ടൽ ഔട്ട്കം. മൊത്തം എത്ര പോർഷൻ? 8. നമുക്ക് ഷെയ്ഡ് പോർഷനിൽ വീണ്ടല്ലേ? എത്ര ഷെയ്ഡ് പോർഷൻ ഉണ്ട്? 1, 2, 3, 4. കാര്യം ക്ലിയർ ആയോ?
അപ്പൊ 4/8 വരും. 4/8 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2. അത് ഇതിനെ 2 ഡിവൈഡ് ആക്കണം, 2 ഡിവൈഡ് ആക്കണം. അപ്പൊ എത്ര കിട്ടും? 2/4. 2/4 വീണ്ടും 2 ഡിവൈഡ് ആക്കാൻ നമുക്ക് ആൻസർ കിട്ടും 1/2 കിട്ടും. കാര്യം ക്ലിയർ ആയോ? സിമ്പിൾ. നമ്മൾ പണ്ട് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു തുടങ്ങുക. കേക്ക്, ഒരു കേക്കിന് 4 മുറിച്ചു. ഈ പോർഷൻ ഞാൻ കൊണ്ടുപോയി. അപ്പൊ ഞാൻ കൊണ്ടുപോയ പോർഷൻ എത്രയാണ്? ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്രയാണ്? 1. ടോട്ടൽ എത്ര പോർഷൻ? 4. അപ്പൊ 4ൽ ഒരു ഭാഗമാണ് ഞാൻ കൊണ്ടുപോയത്. കാര്യം ക്ലിയർ? അതാണ് പ്രോബ്ലം ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം ക്ലിയർ അല്ല മക്കളെ എല്ലാവർക്കും? അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. കാര്യം ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കി. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ പഠിപ്പിച്ച പ്രോബ്ലംസ് തറവായിട്ട് പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം തൽക്കാലം എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക് യു.